കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വളരെ വലിയ കുതിച്ചുചാട്ടമാണ് PSU സെക്ടറിലെ സ്റ്റോക്കുകൾ നടത്തിയത്. ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഈ കാലയളവിനുള്ളിൽ 200% മുകളിൽ റിട്ടേൺ നൽകി. ഈവൻ PSU ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കിയാലും നമ്മൾക്ക് അക്കാര്യം വ്യക്തമാകും. 2023 സെപ്റ്റംബർ മാസത്തിൽ 12,500-നടുത്തായിരുന്നു PSU ഇൻഡെക്സ്. അത് 2024 ആഗസ്റ്റ് മാസമായപ്പോഴേക്കും 23,000-നടുത്തേക്ക് എത്തുകയും ചെയ്തു. ഈവൻ ഇൻഡെക്സ് പോലും 100%-നടുത്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇവിടെ സെപ്റ്റംബർ മാസത്തിൽ PSU ഇൻഡെക്സിൽ സിഗ്നിഫിക്കൻ്റ് കറക്ഷൻ വന്നു. 23,000-ൽ നിന്നും PSU ഇൻഡെക്സ് ഇപ്പോൾ 20,000-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ 19,000-നടുത്തുള്ള കറക്ഷനാണ് PSU ഇൻഡെക്സിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഈവൻ ഇലക്ഷൻ ഡേയിലും ഇൻഡെക്സിന് 18,000-നടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. ഇവിടെ ഇൻഡെക്സിൽ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കറക്ഷൻ വന്നില്ലെങ്കിലും ഓൾ ടൈം ഹൈയിൽ നിന്നും ഇൻഡെക്സ് സിഗ്നിഫിക്കൻ്റ് കറക്ഷനിലാണ്. ഇൻഡെക്സിലെ പല മികച്ച സ്റ്റോക്കുകളും ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയും ചെയ്യുന്നു. മുമ്പത്തെ വീഡിയോയിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളിലെ ചില ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെയിൽവേ സെക്ടറിൽ അട്രാക്റ്റീവായി ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് റെയിൽടെൽ എന്ന സ്റ്റോക്ക് 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. 52 വീക്ക് ഹൈ 617, 52 വീക്കിലോ 202. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് സിഗ്നിഫിക്കൻ്റ് കറക്ഷന് ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം റെയിൽടെൽ എന്ന സ്റ്റോക്ക് 6.7% ഉയർന്നു. 6 മാസം കൊണ്ട് 33%-നടുത്ത് റിട്ടേൺ നൽകിയ കമ്പനിയാണ്. റെയിൽടെൽ എന്ന കമ്പനി പ്രധാനമായും റെയിൽ നെറ്റ്വർക്ക്, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനിയുടെ റവന്യൂ 60% ടെലികോം സർവീസിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ 80% കമ്പനിയുടെ പ്രോജക്റ്റുകളും റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടെലിപ്രസൻസ്, ഡാറ്റ സർവീസ് സെൻറ്റർ, റീറ്റെയിൽ ബ്രോഡ്ബാൻഡ് തുടങ്ങിയവയാണ് റെയിൽടെൽ എന്ന കമ്പനി ഓഫർ ചെയ്യുന്ന സർവീസ്. ROE 15.2, ROCE 20.2. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കമ്പനിയുടെ പെർഫോമൻസ് ക്വാർട്ടർ ടു ക്വാർട്ടർ മോശമായിട്ടുണ്ടെങ്കിലും ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. 468 കോടിയിൽ നിന്നും 588 കോടിയിലേക്ക് സെയിൽസ് ഉയർത്താനും നെറ്റ് പ്രോഫിറ്റ് 38 കോടിയിൽ നിന്ന് 49 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 19%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 24%, പ്രോഫിറ്റ് ഗ്രോത്ത് 24%, ROE 13%, 1,500 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 72.8% സ്റ്റേക്ക് ഹോൾഡിംഗ്, FIസിന് 2.15, DIസിന് 2.86% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റെയിൽടെൽ എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ 450 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 450 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്കിൽ വീക്കിലി ബേസിസിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ലോവർ സൈഡിൽ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അത് വരുന്ന ഒരു ബൈയിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 500 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 550, 575 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. രണ്ടാമത്തേത് IRFC കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4%-ഓളം ഉയർന്ന് 161 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.71. 52 വീക്കിലോ 65, 52 വീക്ക് ഹൈ 229. റെയിൽ സെക്ടറിലെ ഒട്ടുമിക്ക പ്രോജക്റ്റുകളുടെയും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് IRFC. അതുകൊണ്ട് റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ കമ്പനിക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സ്റ്റോക്ക് 6 മാസം കൊണ്ട് 14% റിട്ടേൺ നൽകി. ഇയർടെൽ ഡേറ്റിൽ 61%-നടുത്ത് റിട്ടേൺ ആണ് നൽകിയത്. ROE 13.7, ROCE 5.37%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. 5,446 കോടിയിൽ നിന്നും സെയിൽസ് 4,064 കോടിയിലേക്ക് ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 334 കോടിയിൽ നിന്നും 218 കോടിയിലേക്ക് ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ 433 കോടിയിൽ നിന്നും 218 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. 5,700 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനി കൂടിയാണ്. പ്രൊമോട്ടേഴ്സിന് 72.8% സ്റ്റേക്ക് ഹോൾഡിംഗ്, FIസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.3-ൽ നിന്നും 3.13 ഉയർന്നു. DIസിന് 6%, പബ്ലിക്കിന് 17%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. റെയിൽടെൽ പോലെ തന്നെ റെസിസ്റ്റൻസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 180 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ബോട്ടം ലെവലിൽ നിന്നുള്ള ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ പാറ്റേൺ വന്നിട്ടുണ്ട്. 145 രൂപയുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഹയർ സൈഡിൽ 175, 180, ഇവൻ 200 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു.
മൂന്നാമത്തേത് RVNL. റെയിൽ സെക്ടറിലെ തന്നെ മോസ്റ്റ് പ്രോമിസിംഗ് സ്റ്റോക്കാണ് RVNL. RVNL എന്ന സ്റ്റോക്കും സിഗ്നിഫിക്കൻ്റ് കറക്ഷനിൽ ലഭിക്കുന്നു. ഒരു സമയത്ത് 650 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 500 എന്ന സപ്പോർട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന് 500 എന്ന റേഞ്ചിൽ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടുമുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണും ഡെയിലി ക്യാൻഡിൽ പാറ്റേണും പരിശോധിച്ചാൽ നമ്മൾക്കത് മനസ്സിലാവുകയും ചെയ്യും. കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഓർഡർ ബുക്ക് വളരെ പ്രോമിസിംഗ് ആണ്. ഇന്ത്യക്ക് പുറത്തും പല ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളുമായി റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ 3 സ്റ്റോക്കുകളിലും റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പോയിൻ്റ് ഓഫ് വ്യൂ അതുപോലെ തന്നെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ പോയിൻ്റ് ഓഫ് വ്യൂവും RVNL എന്ന സ്റ്റോക്ക് മികച്ച സ്റ്റോക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്